ആ ഗണേശ് ചേട്ടാ എത്ര വർഷമായി നമ്മുടെ കട തുടങ്ങിയിട്ട്? ഞാൻ 30 വർഷമായി. 30 വർഷമായല്ലേ? എന്നൊക്കെ നമുക്ക് പൊറോട്ട ഒന്നും ഇല്ലല്ലോ ഇവിടെ? ഇല്ല, ദോശ, വട, ഓംലേറ്റ്. അതെ, അതാണ് അവിടെ ഫേമസ് ആയിട്ടുള്ള. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. നല്ല ദോശയും ചമ്മന്തിയും കഴിക്കണോ? നേരെ ചങ്ങനാശ്ശേരി NSS കോളേജിന് സമീപത്തുള്ള ഗണേശൻ ചേട്ടൻ്റെ തട്ടുകടയിലോട്ട് പോരെ. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും നല്ല ദോശയും ചമ്മന്തിയും കിട്ടുന്ന കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല. അതായത് ഈ കട തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ 30 വർഷമായിട്ടും ഈ കടയിൽ നിന്നും ദോശയും ചമ്മന്തിയും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് ഈ കടയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രൊമോഷനും അതുപോലെ തന്നെ നല്ലൊരു അഭിപ്രായം പറയുന്നതും. ഞാനും ഈ വീഡിയോ പിടിക്കുന്നത് വെറുതെ ഓടി വന്ന് പിടിക്കുന്നതല്ല. 2-3 മാസമായിട്ട് ഇവിടെ വന്ന് കഴിക്കുകയും മാറി നിന്ന് ഈ കട വീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പലരെയും കണ്ടു, അവരുടെ അഭിപ്രായവും കേട്ടു. അതുപോലെ തന്നെ ഞാൻ നേരിട്ട് വന്ന് കഴിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് ചങ്ങനാശ്ശേരിയിലെ NSS കോളേജിന് സമീപത്തുള്ള ഈ ഗണേശൻ ചേട്ടൻ്റെ തട്ടുകട. നമുക്കൊന്ന് പരിചയപ്പെടാം. ലോകം മുഴുവനുമായിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് സ്ട്രീറ്റ് ഫുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്നത്. നല്ല രുചികരമായ ഭക്ഷണവും അത് നമ്മുടെ കൺമുൻപിൽ തന്നെ കുക്ക് ചെയ്യുന്നതും ചൂടോടുകൂടി നമുക്കത് രുചിക്കാൻ സാധിക്കുന്നതുമാണ് സ്ട്രീറ്റ് ഫുഡിലേക്ക് ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. ചങ്ങനാശ്ശേരി NSS കോളേജിന് സമീപത്തുള്ള ഗണേശൻ ചേട്ടൻ്റെ തട്ടുകട. ഇവിടെ ദോശയും ചമ്മന്തിയുമാണ് ആളുകളെ കൂടുതലായിട്ട് അന്വേഷിച്ചെത്തുന്നത്. വളരെ രുചികരമായിട്ടുള്ള നല്ല നേർമയുള്ള ദോശയാണ്, അതുപോലെ തന്നെ ഓംലേറ്റും. അതായത് 30 വർഷമായിട്ടും ഈ കടയിൽ നിന്ന് തന്നെ ദോശ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം എത്ര നല്ല രീതിയിലാണ് ആ ഭക്ഷണം കൊടുക്കുന്നതും അവരോടുള്ള ഇടപെടലുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിനിയും ഈ കടയിൽ വന്ന് കഴിക്കുന്ന ചില ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ചേട്ടൻ്റെ കടയിൽ പരിചയമുള്ളൊരു മുഖം കാണുന്നുണ്ട്. ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും, സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചേട്ടനാണ്. ഹലോ ചേട്ടാ, നമസ്കാരം. സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ്? നല്ല പരിചയമുള്ള ഒരു മുഖം പോലെ. പേരെങ്ങനെയായിരുന്നു? സൈജു. ഏത് പടത്തിലൊക്കെ ആയിരുന്നു? നിലവിലെ ഏത് പടം? ടർബോയില്. അത് മറ്റേ നമ്മുടെ മമ്മൂക്കായുടെ പടത്തില്ല. അത് തന്നെ. അപ്പോൾ ഇവിടുന്ന് ദോശ കഴിക്കുന്നതാണോ? സ്ഥിരം വരുന്നത്. അപ്പോൾ എത്ര ആളാണ് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്? 25 വർഷമായിട്ടുണ്ട്. അപ്പോൾ അത്ര നല്ല ഫുഡ് ആയതുകൊണ്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ദോശ? എങ്ങനെയുണ്ട് നമ്മുടെ ചേട്ടൻ്റെ? ദോശ മാത്രമല്ല, ദോശയും വട, പരിപ്പ് വട, ഓംപ്ലേറ്റ് എല്ലാം നല്ലതാണ്. നല്ല ഐറ്റംസ്. പിന്നെ നല്ല ഐറ്റംസ്. ഞങ്ങൾക്ക് ഒരു മാസം നോയമ്പ് സമയത്തൊക്കെ ഒരു മാസം തുടർച്ചയായിട്ട് വട പാഴ്സൽ മേടിക്കാനും ഇവിടെ വന്ന് കഴിക്കാനും സ്ഥിരം വരാറുണ്ട്. എല്ലാം വരുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. 10-30 വർഷമായിട്ടൊക്കെ അടുപ്പിച്ച് വരുന്നവരുണ്ട് ഇവിടെ കട മേടിക്കുന്നുണ്ട്. ശരി. എങ്ങനെയുണ്ട് ദോശ ഇവിടുത്തെ? ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ഏറ്റവും ബെസ്റ്റ് ദോശ കിട്ടുന്ന കടയാണല്ലേ? വർഷങ്ങളായിട്ട് വരുന്നതാണ് ഇവിടെ? വർഷങ്ങളായിട്ട് വന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾ വന്ന് വാങ്ങിക്കും, മേടിച്ചുകൊണ്ട് പോകും. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് റോയ്. ഗണേശൻ ചേട്ടൻ്റെ തട്ടുകട ചങ്ങനാശ്ശേരിയിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് പിന്തുണയും പ്രോത്സാഹനവുമായിട്ട് നിരവധി പേരാണ് അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നത്. അതായത് 30 വർഷമായിട്ട് ഈ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇതുപോലെയുള്ള ധാരാളം പേരെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഞാൻ കണ്ടു. വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ തട്ടുകടകൾ കാണുന്നതെങ്കിലും ഇവർ നേരം വെളുക്കുമ്പോൾ മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുകയാണ്. അതായത് ഈ സമയം ദോശ ചുട്ടെടുക്കണമെങ്കിൽ രാവിലെ തന്നെ ഇത് അരച്ച് കുഴച്ച് വയ്ക്കേണ്ടതുണ്ട്. ദോശയ്ക്കും അതുപോലെ തന്നെ വടയ്ക്കുമുള്ളതൊക്കെ. ഉച്ച കഴിഞ്ഞ് സജീവമാകുന്ന ഈ കട രാത്രി 11 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. ചേട്ടൻ്റെ കൂടെ 2 പേർ കൂടി സഹായികളായിട്ടുണ്ട്. അതായത് 3 കുടുംബങ്ങളാണ് ഈ ഒരു ചെറിയ കടയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇനി ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ ഗണേശൻ ചേട്ടൻ്റെ കടയിൽ വന്ന് ഈ ദോശയും ചമ്മന്തിയും ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവുക. കറക്റ്റ് ലൊക്കേഷൻ ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജ് ജംഗ്ഷനിൽ, അതായത് രാജേശ്വരി കോംപ്ലക്സിൻ്റെ മുന്നിലൂടെയുള്ള റോഡിൽ ആണ് ഈ ഗണേശൻ ചേട്ടൻ്റെ തട്ടുകടയുള്ളത്.
തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമൊക്കെ തുടച്ചു നീക്കുന്നതിനും അതുപോലെ തന്നെ വ്യക്തികൾക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനുമൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.